നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഞാൻ ആരംഭിക്കുന്നത്. ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മളൊക്കെ ഈ യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നത്? പലർക്കും നല്ല ജോലിയൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പലരും വന്നിട്ട് ഇതിനൊരു പാർട്ട് ടൈം ജോലിയൊക്കെ ആയിട്ട് കരുതിയിട്ടാണ് ചാനൽ തുടങ്ങുന്നത്. കാരണം ഇതിൽ നിന്നും ഒരു ഏർണിങ്സ് ഒക്കെ ലഭിച്ചാൽ അത് നമ്മൾക്കൊരു എക്സ്ട്രാ വരുമാനമായിട്ട് കരുതാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ജോലിക്ക് പോകാൻ സാധിക്കാത്ത ധാരാളം വീട്ടമ്മമാർ, പഠിച്ചവരും എഡ്യൂക്കേറ്റഡുമായിട്ടുള്ളവർക്കൊക്കെ ഇതൊരു ആശ്വാസമാണ്. ഒരു ജോലി പോലെ തന്നെ കരുതിയിട്ട് ഇതിൽ വർക്ക് ചെയ്താൽ നമുക്കൊരു എക്സ്ട്രാ ഏർണിങ്സ് കിട്ടും എന്നുള്ളൊരു ചിന്തയിലാണ് എല്ലാവരും യൂട്യൂബിലോട്ട് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. പെട്ടെന്ന് നമ്മൾക്ക് ഇവിടെ നിന്നും പണം സമ്പാദിക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ധാരാളം കഷ്ടപ്പെട്ട് മുന്നേറേണ്ടി വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. ചാനലൊക്കെ തുടങ്ങിയിട്ട് 1-2 വർഷമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവർക്കറിയാം വാച്ച് ടൈമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. സാധാരണ ഈ വാച്ച് അവേഴ്സ് അവസാനത്തെ ലാസ്റ്റ് 365 ഡേയ്സാണ് എടുക്കുന്നത്. അപ്പോൾ പലരും വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ 365 ഡേയ്സിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് നമ്മുടെ വാച്ച് അവേഴ്സ് ഈ ഓരോരോ ദിവസം വെച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഏർണിങ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അത് എളുപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റുകയുമില്ല. ഒരുപാട് മനസ്സിന് വിഷമമൊക്കെ തോന്നി ഏതെങ്കിലും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും ഇവിടെ പിടിച്ച് നിൽക്കാനായിട്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ വ്യൂസിൻ്റെ കാര്യം വേറൊരു പ്രശ്നമാണ്. ഇപ്പോഴാണ് യൂട്യൂബ് നമ്മളുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളത് അറിയാൻ പറ്റില്ല. അതൊന്നും പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം ചിലപ്പോഴൊക്കെ പുതിയ ചാനലൊക്കെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്ന അവസരത്തിൽ തുടക്കത്തിലൊക്കെ കുറച്ച് നല്ല വ്യൂസൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. ആണെങ്കിലും കുറേയൊക്കെ പോകുമ്പോഴേക്കും വ്യൂസും കുറഞ്ഞു വരാൻ കാണുന്നുണ്ട്. അങ്ങനെ ഒരു പ്രവണത കാണാറുണ്ട്. കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് വളരെയധികം സ്ട്രിക്റ്റ് ആവുന്നു. ധാരാളം പുതിയ ക്രിയേറ്റേഴ്സ് ഈ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നതുകൊണ്ട് റൂൾസും റെഗുലേഷൻസും ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് യൂട്യൂബ് നോക്കുന്നത്. പിന്നെ ഏത് സാഹചര്യവും നമ്മൾ മനസ്സ് തളരാതെ പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു തീരുമാനത്തോടെ ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനോ പിടിച്ചു നിൽക്കാനോ ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ പ്രതീക്ഷ കൈവിടാതെ മുമ്പോട്ട് പോകുക. അപ്പോൾ പലർക്കും വന്നിട്ട് ഈ സമയക്കുറവ് മൂലം വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ലെങ്കിലും ഒരു നിശ്ചിത സമയമൊക്കെ ഇതിനായിട്ട് നീക്കി വയ്ക്കുക. നന്നായിട്ട് ശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ചില ഈ മോണിറ്റൈസ് ആയവർക്കൊക്കെ 1-2 മാസം ആയാൽ പോലും ഒരു $10 പോലും അക്കൗണ്ടിൽ കയറാറില്ല. ഡോളറൊക്കെ കയറിയാൽ പോലും യൂട്യൂബ് വന്നിട്ട് ഒരു $100 തികഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് പേയ്മെൻറ്റൊക്കെ വരികയുള്ളൂ. അപ്പോൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ആദ്യത്തെ ഘട്ടത്തിൽ ധാരാളം കഷ്ടപ്പെടുന്നുണ്ട്. അതിനുശേഷം നമ്മളൊക്കെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കരുത്. കാരണം അടുത്തത് അതുപോലെ തന്നെ ഡോളേഴ്സൊക്കെ കയറണമെങ്കിൽ ഇതേ കഷ്ടപ്പാടുകൾ നമ്മൾ സഹിച്ചാലേ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഒരു യൂട്യൂബറൊക്കെ ആണല്ലോ, ധാരാളം ഡോളേഴ്സൊക്കെ ആണല്ലോ കയ്യിൽ വന്ന് ഇങ്ങനെ കുമിയുന്നതെന്ന്. അങ്ങനെയൊന്നും അല്ല, വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മടി കൂടാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾക്ക് ഒരു വിജയത്തിലെത്താനും നല്ലൊരു റീച്ച് കിട്ടി ചാനലൊക്കെ ഗ്രോ ചെയ്യാനും ഉള്ളൊരു ദിവസം നമ്മൾക്ക് ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയോടുകൂടി മുമ്പോട്ട് പോവുക. അപ്പോൾ ധാരാളം പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഒരു ബ്രേക്ക് 1-2 ദിവസമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് പേര് മറന്നു പോകുന്നുണ്ട്. പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം വീഡിയോസ് ഇടുമ്പോഴാണ് എൻ്റെ ഫാമിലിയിലുള്ള പലരും ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്ന് ഓർമ്മിച്ചിട്ട് വന്ന് വീഡിയോസ് കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഡെയിലി ഇല്ലെങ്കിൽ പോലും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരുടെയും വീഡിയോസ് മുടക്കാതെ കാണാറുണ്ട്. അപ്പോൾ ആരുടെയും വീഡിയോസ്, എൻ്റെ ഫാമിലിയിലുള്ളവരുടെ കഴിയുന്നത് എല്ലാ വീഡിയോസും ഞാൻ കണ്ട് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് മറക്കാതെ എന്നെ ഇനിയും മുമ്പോട്ട് പോകാനായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ ഇതുപോലെയുള്ള വേറെ ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.